ബംഗാളിലെ സിബിഐ തർക്കം സുപ്രീം കോടതിയിൽ. ചിട്ടിഫണ്ട് തട്ടിപ്പ് കേസിൽ തെളിവ് നശിപ്പിച്ചതിന്റെ രേഖകൾ നാളെ ഹാജരാക്കണമെന്ന് സിബിഐയോട് സുപ്രീം കോടതി. ബംഗാളിൽ അസാധാരണ സാഹചര്യമെന്ന് സോളിസിറ്റർ ജനറൽ. സുപ്രീം കോടതി കേസ് നാളെ പരിഗണിക്കും. വിശദാംശങ്ങളുമായി സന്തോഷ് സർലിംഗ് ചേരുകയാണ്. സന്തോഷ്, നമുക്കറിയാം കഴിഞ്ഞ 13 മണിക്കൂറുകളിലെ രാഷ്ട്രീയ കളി അത് മമതാ ബാനർജിയും നരേന്ദ്രമോദിയും തമ്മിലായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് മമതാ ബാനർജിയും സുപ്രീം കോടതിയും എന്ന തരത്തിലേക്കായിരിക്കുകയാണ്. ഏത് തരത്തിലാണ് സിബിഐ ഒരു കേസ് സുപ്രീം കോടതിയിൽ എത്തിച്ചപ്പോൾ കോടതിയുടെ നിരീക്ഷണം ഏതു തരത്തിലായിരുന്നു? വിശദാംശങ്ങൾ. ക്രിസ്tina, താൽക്കാലികമായെങ്കിലും മമതാ ബാനർജിക്ക് ആശ്വാസകരമായ പരാമർശമാണ് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായത്. ഈ കേസ് അടിയന്തരമായി പരിഗണിക്കണം എന്ന സിബിഐയുടെ ആവശ്യം സുപ്രീം കോടതി പരിഗണിച്ചില്ല. സിബിഐക്ക് വേണ്ടി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയാണ് ഹാജരായത്. അദ്ദേഹം അറിയിച്ചത് ഈ കേസിൽ സിബിഐ ഉദ്യോഗസ്ഥരൊക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു, അസാധാരണ സംഭവ വികാസങ്ങൾ പശ്ചിമ ബംഗാളിൽ അരങ്ങേറുന്നു എന്നാണ്. എന്നാൽ ഇപ്പോഴും സിബിഐ ഉദ്യോഗസ്ഥർ തടങ്കലിലാണോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നും അവർ വിട്ടയക്കപ്പെട്ടു എന്നും മറുപടി പറയേണ്ടി വന്നു. പക്ഷേ ജോയിന്റ് ഡയറക്ടർ അടക്കമുള്ളവരുടെ വസതിയൊക്കെ പോലീസ് വളഞ്ഞു എന്ന് അറിയിച്ചു. ഇതേ തുടർന്ന് ഇക്കാര്യത്തിൽ അടിയന്തര പ്രാധാന്യം ഇല്ലല്ലോ എന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അറിയിച്ചതിനെ തുടർന്ന് അല്ല, തെളിവുകൾ നശിപ്പിക്കപ്പെടാം എന്നറിയിച്ചു. അപ്പോഴാണ് കടുത്ത പരാമർശം സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഒരു പോലീസ് കമ്മീഷണർ ഈ തെളിവുകൾ നശിപ്പിക്കും എന്ന് താങ്കൾക്ക് തെളിവുണ്ടെങ്കിൽ അത് ഹാജരാക്കുക കോടതിക്ക് മുമ്പിൽ. കടുത്ത നടപടി തന്നെ ഈ പോലീസ് കമ്മീഷണർക്കെതിരെ ഉണ്ടാകും എന്ന് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കുകയും ചെയ്തു. കേസ് നാളെ രാവിലെ പരിഗണിക്കാം എന്നറിയിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് കേസ് പരിഗണിക്കണം എന്നതായിരുന്നു സിബിഐയുടെ ആവശ്യം. അത് അംഗീകരിച്ചില്ല. അത്രയ്ക്ക് അടിയന്തര പ്രാധാന്യമില്ല, നാളെ രാവിലെ പരിഗണിക്കാമെന്ന് അറിയിച്ചു. അപ്പൊ നാളെ രാവിലെ 10:30 ഈ കേസിൽ വാദം സുപ്രീം കോടതിയിൽ നടക്കുകയും ചെയ്യും. അതേസമയം മമതാ ബാനർജി ആകട്ടെ അവരുടെ സേവ് ഡെമോക്രസി എന്ന പേരിലുള്ള ധർണയുമായി സന്തോഷ് ദേവായി